വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലസ്റ്റർ അനാലിസിസിനെ കുറിച്ചാണ്. പിന്നെ ക്ലസ്റ്റർ അനാലിസിസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ്സ് ആയിട്ടുള്ള പാർട്ടീഷനിങ് മെത്തേഡ്സും ഹൈറാർക്കിക്കൽ മെത്തേഡ്സിനെയും കുറിച്ച്. ആദ്യം തന്നെ എന്താണ് ക്ലസ്റ്റർ എന്ന് നോക്കാം. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ കുറെ കളക്ഷൻ ഓഫ് ഡേറ്റ ഒബ്ജക്ട്സ് ആയിരിക്കും. അപ്പോൾ ഈ ക്ലസ്റ്ററിന്റെ പ്രത്യേകത എന്താണ്? സെയിം ക്യാരക്ടറിസ്റ്റിക്സ്, സിമിലാരിറ്റി ഉള്ള ഡേറ്റ ഒബ്ജക്ട്സുകൾ ഇവയെല്ലാം സെയിം ഗ്രൂപ്പിലായിരിക്കും. ഡിസിമിലർ ആയിട്ടുള്ള ഒബ്ജക്ട്സുകളെല്ലാം പല പല ഗ്രൂപ്പുകളിലായിരിക്കും. ക്ലസ്റ്റർ അനാലിസിസിന് നമുക്ക് ക്ലസ്റ്ററിങ്, ഡേറ്റ സെഗ്മെന്റേഷൻ എന്നൊക്കെ പറയാം അല്ലേ. അപ്പൊ എന്താണ് ഈ ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ? ഓരോ ഡേറ്റ ഒബ്ജക്ട്സിനെയും കൺസിഡർ ചെയ്ത് ആ ഡേറ്റ ഒബ്ജക്ട്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസ് ചെയ്തിട്ട് ഒരേ സിമിലാരിറ്റീസ് കാണിക്കുന്ന ഡേറ്റ ഒബ്ജക്ട്സിനെ ഗ്രൂപ്പ് ചെയ്ത് ക്ലസ്റ്റേഴ്സിൽ ആയിട്ട് ഫോം ചെയ്യുന്നു. അപ്പൊ ഇത് നമ്മൾ ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ഫൈൻഡിങ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഡേറ്റ അക്കോർഡിംഗ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ഫൗണ്ട് ഇൻ ഡേറ്റ. ഡേറ്റയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കൊണ്ട് സിമിലാരിറ്റീസ് ഫൈൻഡ് ചെയ്യുന്നു, എന്നിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു സിമിലർ ഡേറ്റ ഒബ്ജക്ട്സ് ഇൻ ടു ക്ലസ്റ്റേഴ്സ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, ഇവിടെ ഒരു പ്രീഡിഫൈൻഡ് ക്ലാസ്സുകളും ആവശ്യമായിട്ട് ഉണ്ടാവില്ല. അപ്പൊ ഈ ക്ലസ്റ്റർ അനാലിസിസ് നമുക്ക് പല ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാം. ആസ് എ സ്റ്റാൻഡ് അലോൺ ടൂൾ ടു ഗെറ്റ് ഇൻസൈറ്റ് ഇൻ ടു ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ പ്രീ പ്രോസസിംഗ് സ്റ്റെപ്സ് ഫോർ അതർ അൽഗോരിതംസ്, ഇതിനു വേണ്ടിയിട്ടും ക്ലസ്റ്റർ അനാലിസിസ് ഉപയോഗിക്കാം. പലതരത്തിലുള്ള ക്ലസ്റ്റർ അനാലിസിസ് അപ്രോച്ചുകളുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നിനെ പറ്റി എന്താ ബേസിക് ആയിട്ടുള്ള എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്ന ബേസിക് കൺസെപ്റ്റ്സ് നോക്കാം. പാർട്ടീഷനിങ് അപ്രോച്ച്, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഡേറ്റ ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് പാർട്ടീഷൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു സെർട്ടൻ ക്രൈറ്റീരിയൻസ് ബേസ് ചെയ്തിട്ട്. ഫോർ എക്സാമ്പിൾ മിനിമൈസിംഗ് ദ സം ഓഫ് സ്ക്വയർ എറേഴ്സ്. അപ്പോൾ പാർട്ടീഷനിങ് അപ്രോച്ച് ബേസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സുകളാണ് കെ മീൻ, കെ മിഡോയിഡ്സ്, ക്ലാറാൻസ് എന്നൊക്കെ പറയുന്നത്. അടുത്ത തന്നെ ഹൈറാർക്കിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന സെറ്റ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഡേറ്റ ഒബ്ജക്ട്സ് ഇവയെ ഹൈറാർക്കിക്കൽ ഡീകമ്പോസിഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത് സെർട്ടൻ ക്രൈറ്റീരിയൻസ് ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇതറിയിരിക്കുന്ന ടിപ്പിക്കൽ മെത്തേഡാണ് ഡയാന, ആഗ്നസ്, ബിർച്ച്, കെമലിയോൺ എന്നൊക്കെ പറയുന്നത്. അടുത്തതാണ് ഡെൻസിറ്റി ബേസ്ഡ് അപ്രോച്ച്. ഇതെന്ന് പറയുന്നത് കണക്ടിവിറ്റി ആൻഡ് ഡെൻസിറ്റി ഫങ്ഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡെൻസിറ്റി ബേസ്ഡ് അപ്രോച്ച് ബേസ് ചെയ്തിട്ടുള്ള ടിപ്പിക്കൽ മെത്തേഡ്സ് ആണ് ഡീപ് സ്കാൻ, ഒപ്റ്റിക്സ്, ഡെങ്ക്ലൂ എന്നൊക്കെ പറയുന്നത്. അടുത്ത ഗ്രിഡ് ബേസ്ഡ് അപ്രോച്ച്. ഇതെന്ന് പറയുന്നത് ബേസ് ചെയ്യുന്നത് ഓൺ എ മൾട്ടിപ്പിൾ ലെവൽ ഗ്രാനുവാലിറ്റി സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടാണ്. സ്റ്റിംഗ്, വേവ് ക്ലസ്റ്റർ, ക്ലിക്ക് മെത്തേഡ്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. മോഡൽ ബേസ്ഡ്, ഓരോ ക്ലസ്റ്റേഴ്സിനും ഒരു മോഡൽ ഹൈപ്പോത്തസിസ് ചെയ്യുന്നു, എന്നിട്ട് ആ പർട്ടിക്കുലർ മോഡലിൽ ബെസ്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്ന ഇതിനെ ഫൈൻഡ് ചെയ്യുന്നു. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് EM, സോം, കോബ്വെബ് എന്നൊക്കെ പറയുന്നത്. ഫ്രീക്വന്റ് പാറ്റേൺ ബേസ്ഡ്, ഇതെന്ന് പറയുന്നത് ഫ്രീക്വന്റ് പാറ്റേണിന്റെ അനാലിസിസ് ബേസ് ചെയ്തിട്ടാണ്. ടിപ്പിക്കൽ മെത്തേഡ്സ് ആണ് P ക്ലസ്റ്റർ. യൂസർ ഗൈഡ് ഓർ കൺസ്ട്രെയിൻ ബേസ്ഡ്, ഇവിടെ ക്ലസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് യൂസർ സ്പെസിഫൈഡ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്പെസിഫിക് കൺസ്ട്രെയിൻസിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ്. ടിപ്പിക്കൽ മെത്തേഡ്സ് ആണ് COD, കൺസ്ട്രെയിൻഡ് ക്ലസ്റ്ററിംഗ് എന്നൊക്കെ പറയുന്നത്. അടുത്താണ് ലിങ്ക് ബേസ്ഡ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒബ്ജക്ട്സ് എല്ലാം ഓഫൺ ലിങ്ക് ചെയ്യുന്നു ടുഗദർ ഇൻ വേരിയസ് വേസ്. ഒബ്ജക്ട്സിനെ ക്ലസ്റ്റർ ചെയ്യാൻ വേണ്ടി മാസീവ് ലിങ്ക്സും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ സിംറാങ്ക്, ലിങ്കസ്. അടുത്ത് നമുക്ക് പാർട്ടീഷനിങ് മെത്തേഡിനെ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. പാർട്ടീഷനിങ് മെത്തേഡ്, D എന്ന് പറയുന്ന ഡേറ്റാബേസ് ഉണ്ട്, അതിനകത്ത് N ഒബ്ജക്ട്സ് ഉണ്ട്. ആ ഒബ്ജക്ട്സിന് നമുക്ക് K നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് ഫോം ചെയ്യണം. അപ്പോൾ എന്തിന്റെ ബേസിസിലാണ്? അതിന്റെ സം ഓഫ് സ്ക്വയർ ഡിസ്റ്റൻസ് ഏറ്റവും മിനിമൈസ് ആകുന്ന രീതിയിൽ നമുക്ക് ആ N ഒബ്ജക്ട്സിനെ സെറ്റ് ഓഫ് K ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഫോം ചെയ്യണം. അപ്പം അതിന് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. E ഈക്വൽ ടു സിഗ്മ K, I ഈക്വൽ ടു 1 സിഗ്മ P എലമെന്റ് ഓഫ് Ci P മൈനസ് Ci ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി P മൈനസ് Ci ദ ഹോൾ സ്ക്വയർ ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടെ സംഭവിക്കാൻ
എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സെറ്റ് ഓഫ് ഡേറ്റ ഒബ്ജക്ട്സ് ഉണ്ട്, ഇത് k നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് k നമ്പർ ഓഫ് പാർട്ടീഷൻസ് ആണ് ഫോം ചെയ്യേണ്ടത്. ആ പാർട്ടീഷനിലുള്ള ആ ഡേറ്റ ഒബ്ജക്ട്സ് ഏത് രീതിയിലായിരിക്കണം, ഏത് രീതിയിൽ വേണം അത് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ സ്പെസിഫൈ ചെയ്യുന്ന ക്രൈറ്റീരിയ അത് ഒപ്റ്റിമൈസ് ചെയ്ത് അതായത് ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്ത്, അതായത് ഇപ്പം സം ഓഫ് ദി സ്ക്വയർ ഡിസ്റ്റൻസ് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്ത് മിനിമൈസ് ചെയ്ത് രീതിയിലുള്ള ആ പർട്ടിക്കുലർ ഡേറ്റ ഒബ്ജക്ട്സിനെ ക്ലസ്റ്റർ ചെയ്ത് k നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഗ്ലോബൽ ഒപ്റ്റിമൽ ആണ് എക്സോസ്റ്റിവ്ലി എന്യൂമറേറ്റ് ഓൾ പാർട്ടീഷൻസ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഹെറിസ്റ്റിക് മെത്തേഡ്സ് ആണ് k മീൻസും k മെറ്റോഡ്സ് അൽഗോരിതവും. k മീൻസ് ഇവിടെ ഓരോ ക്ലസ്റ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് ബൈ സെന്റർ ഓഫ് ദി ക്ലസ്റ്റർ ആണ്. k മെറ്റോയിഡ്സ് ഓർ PAM പാർട്ടീഷൻ അറൌണ്ട് മെറ്റോയിഡ്സ്, ഇവിടെ ഓരോ ക്ലസ്റ്ററും റെപ്രസെന്റ് ചെയ്യുന്നത് ആ ക്ലസ്റ്ററിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്ട്സ് ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഓരോ ക്ലസ്റ്ററിനെയും. അടുത്തതായി നമുക്ക് k മീൻസ് ക്ലസ്റ്ററിംഗ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഈ k തന്നിട്ടുണ്ട്, അതായത് k നമ്പർ ഓഫ് പാർട്ടീഷൻസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ k ക്ലസ്റ്റേഴ്സ് ആണ് നമുക്ക് ഫോം ചെയ്യേണ്ടത് ഒരു പർട്ടിക്കുലർ ഡേറ്റ സെറ്റ്. അപ്പോൾ ഈ k മീൻസ് അൽഗോരിതം നമുക്ക് 4 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. k നോൺ എംപ്റ്റി സബ്സെറ്റ്സ് ആയിട്ട് ഒബ്ജക്ട്സിനെ പാർട്ടീഷൻ ചെയ്യുക, സീഡ് പോയിന്റ്സ് കമ്പ്യൂട്ട് ചെയ്യുക. സീഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? സെൻട്രോയിഡ്സ് ഓഫ് ദി ക്ലസ്റ്റേഴ്സ് ഓഫ് ദി കറന്റ് പാർട്ടീഷനിങ്. ഏതാണോ പാർട്ടീഷൻ ചെയ്യാൻ പോണത് ആ ക്ലസ്റ്ററിന്റെ സെൻട്രോയിഡിനെയാണ് നമ്മൾ സീഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കമ്പ്യൂട്ട് ചെയ്യുക. സെൻട്രോയിഡ് എന്ന് പറയുന്നത് സെന്റർ, ദാറ്റ് ഇസ് ദ മെയിൻ പോയിന്റ് ഓഫ് ദി ക്ലസ്റ്റർ. ഓരോ ഒബ്ജക്റ്റിനെയും ക്ലസ്റ്ററിലേക്ക് അസൈൻ ചെയ്യുക വിത്ത് നിയറസ്റ്റ് സീഡ് പോയിന്റ് ഉള്ള ഓരോ ഒബ്ജക്റ്റിനെയും ക്ലസ്റ്ററിലേക്ക് അസൈൻ ചെയ്യുക. അസൈൻമെന്റ് ചേഞ്ച് ചെയ്യാത്ത സമയം ഈ സ്റ്റെപ്പുകൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു k മീൻ ക്ലസ്റ്ററിംഗ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ആദ്യം ഇനിഷ്യൽ ഡേറ്റ സെറ്റ് കാണിക്കുന്നു. ഇതിന് 2 k = 2 നമ്മൾ വാല്യൂ കൊടുത്തു. അപ്പോൾ 2 ഗ്രൂപ്പായിട്ട് 2 ക്ലസ്റ്റർ ആയിട്ട് നമ്മളോട് ക്ലാസിഫൈ ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിച്ചു. അതാണ് ഈ വലിയ ബ്ലാക്കും വലിയ ഒരു ബ്ലൂ കളറുമായിട്ട് 2 ഇത് കണ്ടില്ലേ, സെൻട്രോയിഡ് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്തു ഈച്ച് ഒബ്ജക്റ്റ് ദ ക്ലസ്റ്റർ ഓഫ് ഇസ് നിയർ സെൻട്രോയിഡ്. ഈ k മീൻസ് മെത്തേഡിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് ഔട്ട്ലയേഴ്സിന് സെൻസിറ്റീവ് ആണെന്ന് പറയാം. അതായത് ഇപ്പം ഒരു എക്സ്ട്രീംലി ലാർജ് വാല്യൂ ഉള്ള ഒരു ഒബ്ജക്റ്റ്, അതായത് ഇപ്പം കുറെ ഗ്രൂപ്പ് ഓഫ് ഡേറ്റാസ് ഉണ്ടെന്ന് വിചാരിക്കുക, കുറെ ഡേറ്റ ഒബ്ജക്ട്സ് എന്ന് വിചാരിക്കുക. അപ്പം അവർ തമ്മിലുള്ള പരസ്പരമുള്ള സിമിലാരിറ്റിയുടെ ആ വാല്യൂ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ കേസിലൊക്കെ നമ്മുടെ ക്ലസ്റ്റർ അനാലിസിസ് സക്സസ്ഫുൾ ആകാതിരിക്കാം. അപ്പോൾ നമുക്ക് k മീൻസിന് പകരം മറ്റൊരു മെത്തേഡ് ഉപയോഗിക്കാം, k മെറ്റോയിഡ്സ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ ഈ k മീൻസ് ചെയ്യുന്നത് പോലെ റിഫറൻസ് പോയിന്റ് ആയിട്ട് ഒരു മീൻ വാല്യൂ എടുക്കുന്നതിന് പകരം മെറ്റോയിഡ്സ് ഉപയോഗിക്കാം. ഇതെന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ക്ലസ്റ്ററിൽ ഉള്ള മോസ്റ്റ് സെൻട്രൽ ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ എടുക്കുന്നു. എന്നാൽ k മീൻസ് ആയിരുന്നെങ്കിൽ അവിടെ എന്താ എടുത്തിരുന്നത്, മെയിൻ വാല്യൂ ഓഫ് ദി ഒബ്ജക്റ്റ് ആയിരുന്നു. k മെറ്റോയിഡ് ക്ലസ്റ്ററിംഗ് മെത്തേഡ്, k മെറ്റോയിഡ്സ് ക്ലസ്റ്ററിംഗ് ഇതെന്ന് പറയുന്നത് ഒരു ക്ലസ്റ്ററിലുള്ള റെപ്രസെന്റേറ്റീവ് ഒബ്ജക്ട്സ്, അതായത് മെറ്റോയിഡ്സിനെ ഫൈൻഡ് ചെയ്യുന്നു. PAM പാർട്ടീഷനിങ് അറൌണ്ട് മെറ്റോയിഡ്സ്, കോഫ്മാൻ ആൻഡ് റോസോ 1987. അപ്പോൾ ഈ k മെറ്റോയിഡ് ക്ലസ്റ്ററിംഗ് മെത്തേഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഒരു ഇനിഷ്യൽ സെറ്റ് ഓഫ് മെറ്റോയിഡ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഐറ്ററേറ്റീവിൽ റീപ്ലേസ് ചെയ്യുന്നു ഓരോ മെറ്റോയിഡ്സിനെയും 1 by 1 ഓഫ് ദി നോൺ മെറ്റോയിഡ്സ്. എപ്പോഴാണ് ഒരു മെറ്റോയിഡ്സിനെ മറ്റൊരു മെറ്റോയിഡ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നത്, അത് ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് റിസൾട്ടിങ് ക്ലസ്റ്ററിംഗ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ സ്മോൾ ഡേറ്റ സെറ്റ്സുകളൊക്കെ ആണെങ്കിൽ ഈ PAM പാർട്ടീഷനിങ് അറൌണ്ട് മെറ്റോയിഡ്സ് ഒക്കെ എഫക്റ്റീവ്ലി വർക്ക് ചെയ്യും. പക്ഷേ അത് ലാർജ് ഡേറ്റ സെറ്റിൽ നിന്നും നല്ലപോലെ സ്കെയിൽ ചെയ്യുകയില്ല. അപ്പോൾ ഈ PAMന്റെ എന്ന് പറയുന്നതിന് എഫിഷ്യൻസി കൂട്ടി ഉണ്ടാക്കിയതാണ് ക്ലാരയും ക്ലാറാൻസ് എന്നൊക്കെ പറയുന്നത് മെത്തേഡ്സ്.